ഇതൊക്കെ അറിയുന്നവർക്കാണെങ്കിൽ 1000 ഒക്കെ മുതലാവും. കാരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തെടുക്കണം. കുറഞ്ഞ വിലയ്ക്ക് നല്ല സ്മാർട്ട് ഫോൺ, ഐഫോൺ, അതേപോലെ തന്നെ ലാപ്ടോപ്പും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലാപ്ടോപ്പ്, കുറെ ദിവസത്തിന് ശേഷം ലാപ്ടോപ്പ് നമ്മളിൽ ഏറ്റവും കുറഞ്ഞ 1000 രൂപ റേഞ്ചിൽ നമുക്കിപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 1000 രൂപ റേഞ്ചിലൊക്കെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ കൂട്ടാ. ചെറിയ ചെറിയ ഡിഫക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ ഡിഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഫണ്ണായിട്ട് കണ്ട് അത് വാങ്ങി ഫണ്ണായിട്ട് റെഡിയാക്കി ഫണ്ണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രം 1000 രൂപയ്ക്ക് ലാപ്ടോപ്പിന് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഫൺ ലാപ്ടോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1000 രൂപയ്ക്ക് ലാപ്ടോപ്പ് അല്ലെ, 1000 രൂപയ്ക്ക് ഗൈസ് ലാപ്ടോപ്പ്. ചെറിയ ഇതൊക്കെ ഡിഫക്റ്റ് ഉണ്ടല്ലേ സംഭവം. ഇത് അത്യാവശ്യം സർവീസ് ഒക്കെ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം പറഞ്ഞാൽ ഇതിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ തെറ്റിയാനൊക്കെ ഡെല്ല്, HP 1000 രൂപ ലാപ്ടോപ്പ്. ഇത് 1000 രൂപയ്ക്ക് 1500 2000 രൂപ മേടിക്കുന്ന ലാപ്ടോപ്പ് ഉണ്ടല്ലേ. 2000 ലാപ്ടോപ്പ് എന്ന് പറയുമ്പോ മടിയിൽ വെച്ച് ഉപയോഗിക്കുക, അതല്ലേ ലാപ്പ് ടോപ്പ് അല്ലെ, ആ വയറ് വഴിയുടെ വയറ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ലാപ്ടോപ്പ് എന്ന് പറയാം, പക്ഷെ ഇത് തോമ്പുക്കാണ് കേട്ടോ. പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് നമുക്ക് കണ്ടീഷൻ ലാപ്പൊക്കെ ആണെങ്കിൽ അതിന്റേതായ വില 6, 7, 8 അല്ലെ. ഇതെങ്ങനെ വരുന്നത്? ഇത് ഈ അസ്യൂസിന്റെ എങ്ങനെ വരുന്നത്? അസ്യൂസിന് നമുക്കൊരു 8500 കൊടുക്കാം. 8 GB റാം ആണ്. അത് പിന്നെ അത്യാവശ്യം വില ഉള്ളതാണ്, വാല്യൂ ഉള്ളതാണ്. ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ആ റേറ്റ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ഇതിനും ഡിഫക്റ്റ് ഉണ്ട്. അതിനും ഡിഫക്റ്റ് ഉണ്ട്. ഇതിനിപ്പോ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സംഭവം എല്ലാം ഓക്കെ ആണ്. ഇത് മറ്റേ ഇതിന് പകരമായിട്ട് നമ്മള് എക്സ്ട്രാ മൗസ് പാഡ് പ്രോബ്ലം, മൗസ് പാഡ് കൂടെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ പക്ക കേട്ടോ. ബാറ്ററി കാര്യങ്ങളൊക്കെ പക്ക നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8 GB റാം ആണ്. ഗ്രാഫിക്സ് കാർഡ് ഒക്കെ വരുന്നത് 7th ജനറേഷൻ ആണ്. പിന്നെ 250 GB ഹാർഡ് ഡിസ്ക് ഒക്കെ വരുന്നത്. 8 GB. അത്യാവശ്യം ലാപ്പും കുറച്ച് വലുതാണ്. സാധാരണ വരുന്നാല് ചിലതൊക്കെ ഒരു 15-16 ആ ലെവലിലാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് എത്രയാണ് വില വരുന്നത്? നമുക്ക് ഒരു 8500 കൊടുക്കാം. 8500 രൂപ കൊടുത്ത ചരിത്രം നമുക്ക് ഉണ്ടെന്നുണ്ട് അല്ലെ. ഇതേ സെയിം വീഡിയോ ചെയ്ത സംഭവം ഉണ്ടെന്നോ? ഈ സാധനം തന്നെ നമ്മള് ഇവിടെ 11-12 അടുപ്പിച്ച് കൊടുത്ത പീസാണ്. നമുക്ക് പിന്നെ ഇത് എക്സ്ചേഞ്ചിനൊക്കെ ഇതുപോലെ വരുമ്പോ നമ്മള് ഇത് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വില കുറച്ച് കൊടുക്കും. അപ്പൊ അത്രയും വില പുറത്താണ് ഇപ്പം ഇത് ചെയ്യുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ. അതുപോലെ തന്നെ HP ഉള്ളത്, അതുപോലെ ക്രോം ബുക്ക്, അത്യാവശ്യം നല്ല നല്ല പീസുകൾ നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ സർവീസ് ഒക്കെ അറിയുന്നവർക്കാണെങ്കിൽ 1000 ഒക്കെ മുതലാവും. കാരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് 1000 കൊടുക്കുന്നത്. ചെറിയ IT കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ വരും. അപ്പൊ ആ ചെറിയ വർക്കുകൾ നിങ്ങൾ ചെറുതായിട്ട് കണ്ട് റെഡിയാക്കുകയാണെങ്കിൽ ചെറുതായിട്ട് തന്നെ റെഡിയാക്കാം. വലുതായിട്ട് കണ്ട് റെഡിയാക്കി കളയില്ല, അങ്ങനെ എടുക്കൂല. ചെറിയ കണ്ടീഷനിൽ കണ്ട് ചെറിയ റിപ്പയർ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് 1000 രൂപയ്ക്ക് നല്ല കിടില വിടാ ലാപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിച്ച് അതിന്റെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചോ. വീഡിയോ നമ്മളെ വീഡിയോ ഏറ്റവും ഇത് ലാപ്പ് മാത്രമാണല്ലോ, അതിന്റെ ഒറിജിനൽ ചാർജർ കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാപ്പ് എടുക്കുന്നവർക്ക് ഫുൾ യൂസ് ചെയ്യാൻ കണക്കിനാണ് ഫുൾ കിറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സാധനം മേടിക്കണം. അതിന്റെ മൗസ് ആയിരുന്നാലും വയർലെസ് മൗസ് അതൊക്കെ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ വിളിക്കും ലാപ്പ് മാത്രം ചെയ്തു ചാർജർ ഇനി സെപ്പറേറ്റ് മേടിക്കണോ അങ്ങനെയൊക്കെ ചോദിക്കണം. ഇതൊക്കെ സെപ്പറേറ്റ് മേടിക്കാൻ ചോദ്യം അല്ലേ. ഇത് സെറ്റാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഫുൾ സെറ്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് സാധനം. കണ്ടീഷൻ ഇരിക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധനം കൊള്ളാം. പിന്നെ മൗസ് പാഡ് വർക്കിംഗ് എല്ലാവണ്ട് പ്രത്യേകം മൗസ് നിങ്ങൾക്ക് പ്രത്യേകം തരും. നമ്മളെ കസ്റ്റമർ വരുന്നത് രണ്ടൊരു ഹായ്